ഇതൊരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയ കഥയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്നത്. നാസികൾ ബെലാറസിൽ എത്തിയതോടെ ജൂതർക്കെതിരായ പീഡനം ആരംഭിച്ചു. ഒട്ടേറെ കുടുംബങ്ങൾ കൊല്ലപ്പെട്ടു. സ്റ്റേയിങ് അലൈവ് വാസ് നോട്ട് ഈസി. അത്തരമൊരു ആക്രമണത്തിൽ ഒരു ജൂത കുടുംബവും ഇല്ലാതാകുന്നു. അവശേഷിക്കുന്നത് 3 സഹോദരന്മാർ. മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ജീവൻ രക്ഷിക്കാൻ അവർ കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. ഇവിടെ സിനിമ ചോദിക്കുന്നത് മനുഷ്യൻ എത്ര ദൂരം പോകും ജീവിക്കാൻ വേണ്ടി. ബെലാറസിലെ കാട് അവർക്കൊരു ഒളിത്താവളമാകുന്നു. പക്ഷെ കാട് സുരക്ഷിതമല്ല, സ്ഥിരമായ ഭയത്തിന്റെ ഇടമാണ്. 3 പേരും ഒരുപോലെയല്ല. ഒരു സഹോദരന് നാസികളോട് പ്രതികാരം ചെയ്യണം. അവൻ ആയുധം എടുക്കാൻ തീരുമാനിക്കുന്നു. അവന്റെ നിലപാട് നീതിക്ക് ആയുധം വേണം എന്നതാണ്. മറ്റൊരു സഹോദരൻ മറ്റൊരു വഴിയാണ് കാണുന്നത്. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മറ്റുള്ളവരെയും രക്ഷിക്കണം. ഇവിടെ സിനിമ പ്രതികാരവും കരുണയും തമ്മിലുള്ള സംഘർഷം കാണിക്കുന്നു. അവന്റെ തീരുമാനത്തോടെ കാട്ടിലേക്ക് കൂടുതൽ ജൂതർ എത്തിത്തുടങ്ങുന്നു. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ. ഒരു കുടുംബകഥ പതിയെ ഒരു സമൂഹ കഥയായി മാറുന്നു. അവർ ഒരുമിച്ച് കാടിനുള്ളിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഭക്ഷണം കുറവാണ്, ഭയം എല്ലായിടത്തും. പക്ഷെ അതേസമയം ഐക്യമാണ് അവരുടെ ശക്തി. നാസികൾ അവരെ തേടി കാട്ടിനുള്ളിലെത്തുന്നു. വേട്ട ഒരു പശ്ചാത്തലമല്ല, സ്ഥിരം ഭീഷണിയാണ്. കാടിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ആരോട് പോരാടണം, ആരെ സംരക്ഷിക്കണം? വാർ ബ്ലേഴ്സ് ദ ലൈൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. ശീതകാലം അടുത്തു വരുന്നു, തണുപ്പ് കൂടുന്നു, ഭക്ഷണം തീരുന്നു. ഇത് മനുഷ്യ മനസ്സിനെ പരീക്ഷിക്കുന്ന ഘട്ടമാണ്. എന്നാലും എല്ലാം തരണം ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം ഈ കഥയിൽ ജീവിച്ചിരിപ്പാണ് ഏറ്റവും വലിയ പ്രതിരോധം. ഈ 3 സഹോദരന്മാർ ഒരുമിച്ച് തുടരുമോ? അവർ ഈ ശീതകാലം തരണം ചെയ്യുമോ? അല്ലെങ്കിൽ ഈ കാട് അവരുടെ അവസാനമാകുമോ? ഈ സിനിമയുടെ പേര് ഡിഫയൻസ്. പൂർണ്ണ കഥ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.